തനിക്ക് നിറവേറ്റാൻ വലിയ ഉത്തരവാദിത്തങ്ങൾ ഉള്ളതിനാൽ തന്നെ രാജ്യസഭയിലേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കി ആം ആദ്മി പാർട്ടി മേധാവിയായ അരവിന്ദ് കെജ്രിവാൾ രംഗത്ത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയ കെജ്രിവാളിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നതായിരുന്നു രാഷ്ട്രീയ ലോകം ഒന്നടങ്കം ഉറ്റുനോക്കിയത്. അതിനുള്ള മറുപടിയായിട്ടാണ് ആം ആദ്മി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. AAP കൺവീനറും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ രാജ്യസഭയിലേക്ക് ഇന്ന് ഇല്ല എന്ന റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ടാണ് പാർട്ടി നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. കെജ്രിവാളിന് പാർട്ടി നേതൃതലത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കിയാണ് AAP നേതൃത്വം അഭ്യൂഹങ്ങൾ വിരാമമിടുന്നതും. ആം ആദ്മി പാർട്ടിയെ ദേശീയ തലത്തിൽ വളർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള നേതാവാണ് കെജ്രിവാൾ എന്ന് മുതിർന്ന AAP നേതാവായ സോംനാഥ് ഭാരതി പ്രതികരിക്കുന്നത്. AAP ദേശീയ വക്താവ് പ്രിയങ്ക കാക്രും സമാനമായ നിലപാടാണ് പങ്കുവച്ചിരിക്കുന്നത്. കെജ്രിവാൾ രാജ്യസഭയിലേക്ക് എത്തുന്നു എന്ന വാർത്ത തീർത്തും തെറ്റാണ് എന്നും പ്രിയങ്ക വാർത്താ ഏജൻസിയോട് പ്രതികരിക്കുകയാണ്. കെജ്രിവാൾ AAP കൺവീനറാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല എന്നും AAP വക്താവ് ചൂണ്ടിക്കാട്ടി. കെജ്രിവാൾ രാജ്യസഭയിലേക്ക് എന്ന റിപ്പോർട്ടുകളെ പരിഹസിച്ചുകൊണ്ട് ഡൽഹി BJP ഘടകം ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കെജ്രിവാളിന് അധികാര ഭ്രാന്താണ് എന്ന നിലയിലായിരുന്നു BJP നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നതും. അടുത്തു തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പഞ്ചാബിലെ ലുധിയാന വെസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും നിലവിൽ രാജ്യസഭാ അംഗമായ സഞ്ജീവ് അറോറ ജനവിധി നേടുമെന്ന റിപ്പോർട്ടുകളായിരുന്നു അരവിന്ദ് കെജ്രിവാൾ രാജ്യസഭയിലേക്ക് എന്ന ചർച്ചകൾക്ക് തുടക്കമിടുന്നതും. നിയമസഭയിലേക്ക് അറോറ വിജയിച്ചാൽ അദ്ദേഹം രാജ്യസഭാ അംഗത്വം രാജിവെക്കും. തുടർന്ന് കെജ്രിവാളിനെ രാജ്യസഭയിൽ എത്തിക്കാനാണ് ആലോചിക്കുന്നതെന്നായിരുന്നു ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തതും. ലുധിയാന ഉപതെരഞ്ഞെടുപ്പിൽ സഞ്ജീവ് അറോറയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ അധികാരമോഹത്തിന് പഞ്ചാബിലെ ജനങ്ങൾ മറുപടി നൽകണം എന്നതുൾപ്പെടെയായിരുന്നു വാർത്തകളോട് BJP നേതാക്കൾ പ്രതികരിച്ചത്. ഫെബ്രുവരി 5 ഫലം പുറത്തുവന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെട്ടിരുന്നു. BJPയുടെ പർവേഷ് സിംഗ് വർമ്മയോട് 3000-ലധികം വോട്ടുകളോടായിരുന്നു കെജ്രിവാൾ പരാജയപ്പെട്ടതും. അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പഞ്ചാബ് കോൺഗ്രസ് നേതാവ് പ്രതാപ് സിംഗ് ബാജ്വ തുറന്നടിച്ചിരുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ AAPയുടെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെയായിരുന്നു കോൺഗ്രസ് നേതാവ് ആരോപണമായി രംഗത്ത് വരുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ പ്രചരണങ്ങൾ വന്നിരുന്നു. ഡൽഹിയിൽ അധികാരം നഷ്ടപ്പെട്ടതിനെ തുടർന്നുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കുള്ളിൽ തന്നെ വലിയൊരു പിളർപ്പുണ്ടായേക്കുമെന്നും പാർട്ടിയുടെ ഭൂരിഭാഗം ഭാരവാഹികളും പരാജയം അഭിമുഖീകരിച്ചെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. മാറ്റം ആഗ്രഹിക്കുന്ന നിരവധി AAP MLA-മാരുമായി താൻ നിരന്തരം ബന്ധം പുലർത്തി വരികയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പഞ്ചാബിലൂടെ അധികാരത്തിലെത്താൻ കെജ്രിവാൾ ആഗ്രഹിക്കുന്നു. ചില രാജ്യസഭാ അംഗങ്ങൾ ത്യാഗം സഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വഴിയൊരുക്കേണ്ടി വരും. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനിന് സർക്കാരിലും പാർട്ടിയിലും ഒരു നിയന്ത്രണവും ഇല്ല എന്നും പ്രതാപ് സിംഗ് ആരോപിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു. AAP MLA-മാർ തന്നെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആരും കൂടെ ഇല്ലാത്തതിനാൽ ഭഗവത് മാൻ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഭഗവത് മാൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. മാധ്യമ ശ്രദ്ധ ആകർഷിക്കാനുള്ള വാചകമടി എന്നായിരുന്നു മാൻ ഇതിനെ വിശേഷിപ്പിച്ചത്. നേരത്തെ ഡൽഹി പരാജയത്തിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രിയായി വരുമെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. അധികാരത്തിന് പുറത്ത് ഒരിക്കലും കെജ്രിവാളിന് നിലനിൽക്കാൻ കഴിയില്ല എന്നും ഭഗവത് മാനിന് പകരം അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലെ അധികാരം ഏറ്റെടുക്കും എന്നായിരുന്നു അവർ ആരോപിച്ചതും. എന്നാൽ ഈ പ്രചരണങ്ങൾ പാർട്ടി പിന്നീട് തള്ളുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.